പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മാധുര്യം നാം അറിയുന്തോറും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കും. ദൈവവചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ദൈവത്തോളം തന്നെ ശക്തി ഉള്ളതാണ്. ദൈവവചനത്തിന്റെ ശക്തി ദൈവത്തോളം തന്നെ ശക്തി ഉണ്ട്. കാരണം നമ്മൾ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പം സകലത്തിനെയും സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ് വചനം. അതെ, വചനത്തിന് ഇല്ലാത്തതിനെ ഉളവാക്കുവാനുള്ള കഴിവ് വചനത്തിനുണ്ട്, ശക്തിയുണ്ട്. കാരണം നമുക്കറിയാം, ഉൽപ്പത്തിയില് ചരിത്ര വിവരണം, സൃഷ്ടിയുടെ വിവരണം വചനത്തിൽ നമ്മൾ വായിക്കും. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? കർത്താവ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. പിന്നത്തതിൽ കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ട് എങ്ങനെയാ? പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ഈ പറഞ്ഞു സംഭവിച്ചു. അപ്പൊ കർത്താവിന്റെ വചനം അവൻ പറയുമ്പോൾ ആ വാക്കുകൾക്ക്, ആ പറയുന്നതിനെ സൃഷ്ടിക്കാനുള്ള പവറുണ്ട്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് വിശ്വാസത്തോടുകൂടെ, യെസ്, എന്റെ ജീവിതത്തിൽ ഇന്നത്തെ സിറ്റുവേഷനിലും അത്ഭുതം ചെയ്യാനായിട്ട് എന്റെ ദൈവം ശക്തനാണെന്നുള്ളൊരു ബോധ്യത്തോടെയാണ് നിങ്ങൾ വചനം കേൾക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മുഴുവൻ മാറ്റിമറിക്കാൻ കർത്താവിന് കഴിയും. അതെ, കർത്താവിന് കഴിയും, വചനത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് മേഖലയിലാണ് നിരാശപ്പെട്ടിരിക്കുന്നത്, തളർന്നു പോയിരിക്കുന്നത്, ഏത് സാഹചര്യമാണ്, ആ സാഹചര്യത്തെ മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവ് ശക്തൻ. വിശ്വസിക്കാമോ? ഇന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾ ഈ പ്രോഗ്രാം എല്ലാ ദിവസവും നിങ്ങൾ കാണുമ്പോൾ ഇതൊരു ആമേൻ, എന്തെങ്കിലും ഒന്നിലേക്ക് നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതല്ല. കർത്താവിന്റെ വചനത്തിന്റെ സത്യം നിങ്ങൾ തിരിച്ചറിയാനും, ആ വചനത്തിന്റെ സത്യത്തിലൂടെ, വചനം ഇങ്ങനെ പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ സ്വതന്ത്രരാണെന്നുള്ള സത്യമാണ് നിങ്ങൾ അറിയേണ്ടത്. ആ അറിവാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. അപ്പൊ നിങ്ങൾ സത്യത്തെ നിങ്ങൾ അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ളൂ. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ സ്വതന്ത്രരാണെന്നുള്ള അറിവ്, അത് മാത്രം മതി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്. അതെ, ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, അതെ, ആ സത്യത്തെ തിരിച്ചറിയുക. നിങ്ങൾ സ്വതന്ത്രരായി എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിമറിക്കും, നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിമറിക്കും. യെസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൈവവചനത്തോടുള്ള ബന്ധം, ദൈവവചനത്തോടുള്ള ഹല്ലേലൂയ, ആ ദാഹം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ പ്രവർത്തികളെ വിളിച്ചു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ ഈ വചനത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യം നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി. അത് ദൈവവചനമാണ്. നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്തവരായിരിക്കും. ഹല്ലേലൂയ. നമ്മള് സങ്കീർത്തനക്കാരൻ 21 സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകത്തില്ല, ഒന്നിനും. സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. അതെ, കർത്താവ് സകല നന്മകളെ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർത്താവിന്റെയും കർത്താവിന്റെ വചനത്തിന്റെയും ആ യഥാർത്ഥ പവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവവചനത്തെ നാം ഇതുവരെയും എങ്ങനെ അഭിമുഖീകരിച്ചു അങ്ങനെ ആയിരിക്കത്തില്ല വചനത്തെ നമ്മൾ കാണുന്നത്. നമ്മുടെ വചനത്തോടല്ല നമ്മുടെ പ്രതികരണം മാറും. നമുക്കൊരു തിരിച്ചറിവുണ്ടാകും: ഈ വചനം എന്റെ ജീവിതത്തിനകത്ത് ഇന്നും അസാധാരണ പ്രവൃത്തി ചെയ്യാൻ ഈ വചനത്തിന് കഴിവുണ്ട്, പ്രാപ്തിയുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിമറിക്കും. നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ്, നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ അകത്തേക്കൊന്ന് റിസീവ് ചെയ്ത് അതിനൊന്ന് പ്രാപിച്ചെടുത്തേ. ഹല്ലേലൂയ. ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ, അതെല്ലാം ക്രിസ്തുവിൽ ആമേൻ ഉവ്വെന്നും ആമേനെന്നും. ഏത് അവസ്ഥയിൽ നിങ്ങൾ കിടന്നാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ആമേൻ എന്ന, യെസ് എന്ന, അത് നിങ്ങളിൽ സംഭവിച്ചിരിക്കും. അത് ഹല്ലേലൂയ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ
നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്ന്, യെസ് ഇറ്റ് ഈസ് അബൌട്ട് മീ ഒന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇത് എന്നോടാണെന്നുള്ള ബോധ്യത്തിലാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിശ്ചയമായിട്ടും ഈ വചനം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ, ആമേൻ, മനസ്സിൽ ആ ഉറപ്പോടെ ഇന്ന് വചന കേൾവിക്കായിട്ട് ഒരുങ്ങിയിരിക്കാം. കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ടും മാനിക്കും. നമുക്ക് റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകും. ദൈവത്തിന്റെ മക്കൾ, ദൈവമക്കൾ. അതായത് നമുക്ക് അബ്രഹാമിന്റെ ആദ്യത്തെ പേര് അബ്രാം എന്ന് പറഞ്ഞ ഉന്നതനായ പിതാവ്, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്തവനായി, ആർക്കും അടുത്തു പോകാൻ കഴിയത്തില്ല. അബ്രാം അവൻ ഉന്നതനായിരുന്നു. എന്നാൽ ദൈവം അവന്റെ പേര് മാറ്റി അബ്രഹാം എന്നാക്കി, ബഹുജാതികളുടെ പിതാവ്. അതായത് ആർക്കും അടുത്തുകൂടാൻ കഴിയാതെ വണ്ണം ഉന്നതനായിരുന്നവനായ പിതാവ് എല്ലാവരുടെയും പിതാവായി മാറി. അതാണ് അബ്രഹാം. വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ നമുക്ക് പിതാവ് എത്ര വലിയ സ്നേഹം നമ്മളോട് കാണിച്ചിരിക്കും. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് നമ്മളെ മക്കളെന്ന് വിളിക്കപ്പെടാനായിട്ടുള്ള പദവി നമുക്ക് ലഭിച്ചു. മക്കളെന്ന് വിളിക്കപ്പെടാൻ. യെസ്, അതൊരു ചെറിയ പദവിയല്ല, അതൊരു ചെറിയ കാര്യമല്ല. മക്കളെന്ന് വിളിക്കപ്പെടുന്ന ഒരു പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് പൊസിഷൻ. അത് നമ്മുടെ വലിയ പദവിയാണ്. ആ പദവി നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, ആ പദവിയുടെ തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളുടെ മുമ്പിൽ നിലവിളിക്കുന്നത് നിർത്തും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മനോഭാവം മാറിപ്പോകും. നിങ്ങൾക്കൊരു കാര്യം അറിയാം, കർത്താവിനെ അനുസരിക്കുന്ന എന്റെ ജീവിതത്തിൽ, ആമേൻ, ഞാൻ മകനായി തീർന്നിരിക്കാൻ എനിക്കെല്ലാം നന്മയ്ക്കായി തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ആമേൻ, പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ആത്മാവെല്ലാം നടത്തപ്പെടുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ. അതെ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവരാണോ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവിൽ നിറയുന്നവരെ കുറിച്ച് ആത്മാവിന്റെ നിറവിന്റെ പല പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവരെല്ലാം വിശേഷതയുള്ളവരായിട്ട് കാണുകയും ചെയ്യും. ആത്മാവില് പ്രത്യേകമായ പ്രകടനങ്ങളുള്ളവര്, അല്ലെങ്കിൽ അഭിഷേകത്തിന്, അതിലൊന്നും തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ അഭിഷേകത്തോട് പ്രതികരിക്കും, അതിലൊന്നും തെറ്റില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു വ്യക്തി എത്രമാത്രം ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പ്രകടനങ്ങൾ വെളിപ്പെടുത്തിയാലും ആത്മാവിൽ നയിക്കപ്പെടുന്നില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി തീരണമെങ്കിൽ ആത്മാവിൽ നയിക്കപ്പെടണം. നമുക്കറിയാം, തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് കർത്താവ് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോ അവരെ കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്, അവരെ നടത്തേണ്ടതിന് ഹല്ലേലൂയ മേഘം അവരുടെ മുൻപേ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ അതിന്റെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അവരുടെ യാത്രയിലെല്ലാം വഴി കാണിച്ചത് ദൈവമാണ്. വഴി കാണിക്കുന്ന മേഘസ്തംഭമായിട്ട് അവരുടെ കൂടെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ പിന്നത്തേൽ കാണുന്ന കർത്താവ് അവരെ വഴി യാത്ര ചെയ്യാൻ അവർ ദൂതൻ അവരുടെ മുമ്പേ അയച്ചു. അപ്പോ അവരുടെ യാത്രയിലൊന്നും അവരുടെ സ്വന്തം ആഗ്രഹത്തിനൊത്തവണ്ണം ആയിരുന്നില്ല യാത്ര. ചെങ്കടലിന് മുമ്പിൽ നിന്ന് അവരുടെ സ്വന്തം ഇഷ്ടമല്ല. അവരുടെ യാത്രയിലെ ഓരോ സ്റ്റെപ്പും അവരുടെ സ്വന്തം ആഗ്രഹപ്രകാരമായിരുന്നില്ല, ദൈവം നടത്തിയതുപോലെ എത്തി. പ്രിയപ്പെട്ടവർ, നമുക്കൊരു കാര്യം അറിയാം, യാത്രാമധ്യേ പലയിടത്തും അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായി. അല്ലെങ്കിൽ ഒരു വശത്ത് അഗ്നിസർപ്പത്തെ അയച്ച് ഒരു വലിയ പ്രയാസം അവരുടെ നടുവിലുണ്ടായി. ഭൂമി പിളർന്ന് വിഴുങ്ങുന്ന അവസ്ഥ ഉണ്ടായി. ആമേൻ, പല വിധത്തിൽ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ആത്മാവിനെ നടത്തപ്പെടുന്ന, ദൈവത്താൽ നടത്തപ്പെട്ടവർ, ആമേൻ, അവരെ എന്തിലേക്കാണോ ദൈവം വിളിച്ചത് അവിടെ അവരെത്തിച്ചേർന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി, നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി, അതിനെ പ്രാപിക്കാനായിട്ട് അവർ നടത്തുന്ന വഴി അങ്ങ് പോയാൽ മതി. ആ വഴിയാത്രയിൽ നിങ്ങൾ പ്രതികൂലങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടേണ്ട. ആ പ്രതികൂലങ്ങളും ആമേൻ നിങ്ങളുടെ മുമ്പിൽ മാറിപ്പോകാനുള്ള അഭിഷേകം ആ വിളിക്കകത്ത് മറഞ്ഞിരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധിപരമായുള്ള ചിന്തകൾ നമ്മൾ അതിനു മുൻപിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ പലപ്പോഴും കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ് ഭോഷത്വമായിട്ട് തോന്നിയേക്കാം. പക്ഷെ പ്രിയപ്പെട്ടവർ, എപ്പോഴാണ് കർത്താവിനെ അനുസരിക്കുന്ന പൂർണ്ണ മനോഭാവത്തോടുകൂടി നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നത്, ഹല്ലേലൂയ, ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അത് ഭോഷത്വമായിട്ട് തോന്നിയേക്കാം. പിന്നത്തെ ലോകം വിളിച്ചു പറയും അതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിപരമായ തീരുമാനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം,
നമ്മുടെ 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 ജീവിതത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. എങ്ങനെ വായിക്കുന്നത്? ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരും എല്ലാം വിട്ട് നീ ഇറങ്ങി വരിക. അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതിന് 1-ാമത്തെ വാക്യം, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കിയേ, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ എല്ലാത്തിനെയും വിട്ടുവരിക, നീ എല്ലാത്തിനും വിട്ടുവരിക. കാരണം ഈ പിതൃപാരമ്പര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ കഴിഞ്ഞ നാളുകളില് അവരുടെ തലമുറയായിട്ട് ഒരു സ്വഭാവവും ഒരു നേച്ചറും ഒക്കെ ഇങ്ങനെ പിന്തുടർന്ന് വരും. അടുത്ത തലമുറ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അയാളിൽ അതേ നേച്ചർ അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുക. ആ വ്യക്തിയും അതുപോലെ ആയിത്തീരുന്നത്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അതുപോലെ അത് പാരമ്പര്യമായിട്ട് ചില സ്വഭാവങ്ങൾ കൈമാറപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയുക, നിന്നിൽ എനിക്ക് വെളിപ്പെടുത്താനുള്ളത് ഇതുവരെ നിന്ന നിങ്ങളുടെ മുൻ തലമുറകളുടെ സ്വഭാവം വെളിപ്പെടുത്താൻ, എന്റെ ശക്തി വെളിപ്പെടുത്താനായിട്ട് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കുക, അബ്രഹാം ദൈവവചനത്തെ അനുസരിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ പലതരത്തിലെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങളുടെ നടുവിലെല്ലാം ദൈവശബ്ദത്തെ അബ്രഹാം വിശ്വസിച്ചു. ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് അവനെ നീതിയായി കണക്കിട്ടു. അപ്പൊ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ വർധനവിന് കാരണം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കിക്കേ, അവൻ വിശ്വസിച്ചപ്പോൾ അനുസരിച്ച അബ്രഹാമിനെ എലയാസർ ഇസഹാക്കിന് പെണ്ണ് കാണാനായിട്ട് പോയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ യജമാനനെ ദൈവം അനുഗ്രഹിച്ചു, എന്റെ യജമാനനെ ദൈവം അനുഗ്രഹിച്ച് അവന് സകലതും നൽകിയിരിക്കുക, അവന് സകലതും സമ്പത്തിന്റെ എല്ലാ വിധത്തിലുള്ള നന്മകളെ കൊണ്ട് അവനെ നിറച്ചിരിക്കുക. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 24-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം, യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു, അവൻ ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയെ ഒക്കെ കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ട അബ്രഹാം എല്ലാം വിട്ടേച്ചിറങ്ങി. അനുസരിക്കുക എന്ന് പറയുന്നത് അല്പപ്രയാസമുള്ള കാര്യമായിരുന്നു, കാരണം എല്ലാം വിട്ടേച്ചിറങ്ങി. പക്ഷെ ഇവിടെ വീട്ടിലെ വേലക്കാരൻ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ യജമാനൻ ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ടപ്പോൾ എന്റെ ദൈവം അവനെ അനുഗ്രഹിച്ച് സകലവിധ സമ്പത്ത് കൊണ്ട് അവനെ അനുഗ്രഹിച്ചിരിക്കുക. വെള്ളി, പൊന്ന്, ആട്, മാട്, സകല വിധത്തിലും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭോഷത്വമായി തോന്നിയേക്കാം. പക്ഷെ ആ ഭോഷത്വത്തിലാണ് നിങ്ങളുടെ ജയം ഇരിക്കുന്നത്. ആ ഭോഷത്വമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിപരമായ തീരുമാനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ വിശ്വസിക്കുക, വിശ്വാസത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ചില സന്ദർഭങ്ങളിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. ഭോഷത്വപരമായ ചില തീരുമാനങ്ങൾ, ചിലതിന് വിട്ടേച്ച്, ചില സ്ഥലങ്ങളിൽ നിന്ന് മാറിയിട്ട്, ചില വരുമാന മാർഗങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ചില തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് കണ്ടവർക്കും കേട്ടവർക്കും അത് ഭോഷത്വമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നത്തതിൽ നമ്മളോട് തന്നെ സ്വർഗത്തിന് ആത്മാവ് പറയും, പരിശുദ്ധാത്മ പറയും, യെസ്, അതിന്റെ ഡിസിഷൻ ആയിരുന്നു കറക്റ്റ്. ലോക ജനങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയും, നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളോട് പറയും, നിന്റെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി, അവൻ നിശ്ചയമായി മാനിക്കപ്പെട്ടിരിക്കും. ഒരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് 26-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തില് ഇസഹാക്കിനെ കുറിച്ച് പറയുന്നത് അബ്രഹാമിന്റെ കാലത്തുണ്ടായപ്പോൾ ഒരു വലിയൊരു ക്ഷാമം ഉണ്ടായി. ആ വലിയ ക്ഷാമം എന്ന് പറയുമ്പോൾ അത് ആ ദേശത്ത് മുഴുവൻ പിടിച്ച് അടക്കിയ ഒരു ക്ഷാമമാണ്. ആ ക്ഷാമം നിറഞ്ഞ സാഹചര്യത്തിൽ ഇസഹാക്ക് തന്റെ വ്യക്തിപരമായ നിലയിൽ ഒരു തീരുമാനമെടുത്തു. അതിന്റെ 26-ാം അധ്യായം 2-ാം വാക്യം. അപ്പോ അത് യഹോവ അവന് പ്രത്യക്ഷ. അതിന്റെ 1-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് 2 വായിക്കാം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. അങ്ങനെ അവൻ അവിടെ പോയപ്പോ കർത്താവ് അവിടെ വെച്ച് പ്രത്യക്ഷനായിട്ട് കർത്താവ് അവനോട് പറഞ്ഞ കാര്യം ഇതാണ്, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം, നീ ഇവിടെ ഇരിക്കണം, നീ പോകരുത്. കർത്താവ് ഇസഹാക്കിനോട് പറയുകയാണ്, നീ ഇവിടെ യാത്ര ചെയ്യരുത്, നീ ഇവിടെ നിന്ന് പോകരുത്, അവിടെ വസിക്കാം. ഇസഹാക്ക് ആ ക്ഷാമം നിറഞ്ഞ സാഹചര്യത്തിൽ സമൃദ്ധിയുള്ളതായ നാടാകുന്ന
ആ മിസ്രൈമിലേക്ക് പോകാനായിട്ട് മനസ്സിൽ പദ്ധതി ഇടുമ്പോൾ തന്നെ കർത്താവ് നീ പോകരുത്. അവിടെ നാം കാണുന്ന ഒരു കാര്യം ഇതാണ്, ഇസഹാക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയോ തെറ്റോ, കാരണം എനിക്കും എന്റെ തലമുറകൾക്കും കാര്യങ്ങൾ നടത്തേണ്ടതല്ലേ, ഞങ്ങൾ ജീവിക്കേണ്ടതല്ലേ, ഞങ്ങൾ നിലനിൽക്കേണ്ടതല്ലേ. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഹല്ലേലൂയ, ആമേൻ, അവിടെ ദൈവ ശബ്ദത്തിന് അവൻ കീഴ്പ്പെട്ടപ്പോ നമ്മൾ വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 26 12 വാക്യം 13 വാക്യം, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അപ്പൊ ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ട ഇസഹാക്കിനെ അവൻ സാഹചര്യങ്ങൾ നോക്കിയാൽ ഹല്ലേലൂയ, അവിടെ അവന്റെ ജീവിതത്തിനകത്ത് ഒരു സാധ്യതയുമില്ല. പക്ഷെ ആ ക്ഷാമം നിറഞ്ഞ ആ വർഷം അവൻ വിതച്ചു, 100 മേനി കൊയ്തു. എന്തുകൊണ്ടാണ്? ദൈവത്തെ അനുസരിച്ച ഇസഹാക്കിനെ ദൈവം ഹല്ലേലൂയ തന്നെ അനുസരിച്ചത് ശരിയെന്ന് തെളിയിക്കുന്ന പോലെ അവന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തില് ആമേൻ, ബുദ്ധിപരമായി നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ ആത്മാവിനെ അനുസരിക്കുമ്പോൾ നമ്മുടെ തീരുമാനം തെറ്റുകയില്ല എന്ന് മാത്രമല്ല, അത് നമുക്കും നമ്മുടെ തലമുറകളുടെ മേലും ദൈവത്തിന്റെ നീതിയായി, ദൈവത്തിന്റെ മഹത്വമായി തീരും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ തളർന്നു പോയിരിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള നിരാശയുടെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്? പ്രിയപ്പെട്ട ദൈവശബ്ദം കേൾക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഹല്ലേലൂയ, ആ ഒരു തീരുമാനമാണോ ഈ ഒരു തീരുമാനമാണോ ശരി? ഞാൻ പറയട്ടെ, ഈ തീരുമാനം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. നിങ്ങളെ വിളിച്ച ദൈവത്തിന് നിങ്ങളുടെ മേലൊരു വലിയ പദ്ധതി കിടപ്പുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുക എന്നത് അവന്റെ പ്ലാനാണ്. ഹല്ലേലൂയ, ആ പ്ലാനകത്ത് നിങ്ങൾ നിൽക്കുന്നിടത്തോളം ഞാൻ പറയട്ടെ, ഒരു വിധത്തിലും നിങ്ങൾ നശിച്ചു പോകത്തില്ല. ആ ശബ്ദത്തിനൊന്ന് കീഴ്പ്പെട്ട് ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ പോകരുത്, മിസ്രൈമിലേക്ക് പോകരുത്, വെയിറ്റ്. ആമേൻ, ഹല്ലേലൂയ. വചനത്തിൽ കാണുന്നു 11 12 വാക്യങ്ങളിൽ അവനെ കർത്താവ് അനുഗ്രഹിച്ച് അവൻ വിതച്ചു, ആ ആണ്ടിൽ അവൻ 100 മേനി കൊയ്തു. ആമേൻ, പ്രിയപ്പെട്ടവരെ, വിതച്ചതിന്റെ ഫലമായിട്ട്, അവൻ ജോലി ചെയ്തതിന്റെ ഫലമായിട്ട് അവൻ 100 മേനി കൊയ്തു. എന്നാൽ പിന്നത്തതിൽ കാണുന്നത് അനുസരിച്ചതിന്റെ ഫലമായിട്ട് ദൈവം അവനെ വർദ്ധിപ്പിച്ച് മഹാനാക്കി തീർത്തു, മഹാസമ്പന്നനാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, വർദ്ധനവിന്റെ രഹസ്യവും അനുസരണമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിലായിരിക്കും ഇന്ന് കർത്താവിനെ അനുസരിച്ച് ചില മേഖലകളൊക്കെ നിങ്ങൾ ഹല്ലേലൂയ താന്നുപോയെന്ന് തോന്നലുണ്ടോ? തളർന്നു പോയെന്ന് തോന്നലുണ്ടോ? ചെറുതായി എന്ന് തോന്നലുണ്ടോ? നിന്ദിക്കപ്പെട്ടെന്ന് തോന്നലുണ്ടോ? കർത്താവിനെ അനുസരിച്ച് നിമിത്തം ചില ചോദ്യം ചെയ്യലിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണോ? ഇന്ന് ഞാൻ പറയട്ടെ, ഇല്ലില്ല. നിങ്ങൾ കർത്താവിനെ അനുസരിച്ചതെങ്കിൽ നിങ്ങളെ മഹാനാക്കുന്നത്, നിങ്ങളെ വർദ്ധിപ്പിക്കുന്നത് അവന്റെ ഉത്തരവാദിത്തമാണ്. അവനത് ചെയ്യും. ഇസഹാക്കിനെ ആ ദേശത്ത് അവനെ വർദ്ധിപ്പിച്ചു. പ്രിയപ്പെട്ട ഹല്ലേലൂയ, ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ അനുസരിച്ചത് ചില കാര്യങ്ങളിൽ സ്റ്റെപ്പ് എടുക്കാൻ എല്ലാവരും അങ്ങോട്ട് പോയി നിങ്ങൾ എന്താ പോകാഞ്ഞത്? നിങ്ങൾ എന്താ സ്റ്റെപ്പ് എടുക്കാം? ചിലപ്പോൾ നിങ്ങളെ ഒരു പക്ഷേ ആളുകൾ പരിഹസിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടതായിരുന്നു. ആമേൻ, മറ്റു പലരും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന നിലയിൽ സംസാരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇല്ലില്ല. ആമേൻ, നിങ്ങൾ ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കും, മഹാനാക്കി തീർക്കും, അനുഗ്രഹിക്കും. അത് കർത്താവിന്റെ പദ്ധതിയാണ്. അത് അവൻ നിവർത്തിപ്പാൻ, അവന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. യെരമ്യാവിന്റെ പുസ്തകം 1-10 വാക്യം പറയുന്നത്, അവന്റെ വാക്ക് നിവർത്തിപ്പാൻ അവൻ ജാഗരിച്ചുകൊള്ളും. യഹോവ ജാഗരിച്ചുകൊള്ളും. നിങ്ങൾ അതെങ്ങനെ നിവൃത്തിയാകുമെന്ന് നിങ്ങൾ പ്രയാസപ്പെടണ്ട. അനുസരിച്ചത് നിങ്ങൾ കർത്താവിനെയാണോ നിങ്ങൾ അനുസരിച്ചത്? ഹല്ലേലൂയ. ആമേൻ. ആരെയാണോ നിങ്ങൾ അനുസരിച്ചത് അവൻ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം നമ്മുടെ യാക്കോബിന്റെ ജീവിതത്തിനകത്ത് യാക്കോബിന് വലിയ പ്രയാസമുള്ള സാഹചര്യം ഉണ്ടായി. ലാബാന്റെ വീട്ടിൽ പോകേണ്ടി വന്നു, ഏശാവിനെ ഭയന്നോടേണ്ടി വന്നു. ഈ സാഹചര്യമെല്ലാം യാക്കോബിനുണ്ടായി. എന്നാൽ കർത്താവ് യാക്കോബിനെ ലാബാന്റെ ഗൃഹത്തിൽ വെച്ച് അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. അവിടെ ദൈവം തക്ക സമയമായപ്പോ അവിടുന്ന് ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബിനോട് പോകാനായിട്ട് പറഞ്ഞു. യാക്കോബ് അവിടെ ഇറങ്ങി. ലാബാൻ പുറകെ വന്നു. ലാബാനെ സംബന്ധിച്ചിടത്തോളം അവന് വിരോധമായി പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവും ലാബാൻ ഉണ്ടായിരുന്നു. പക്ഷെ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവം വന്നിട്ട് പറഞ്ഞു, അവനെതിരെ ഗുണമെങ്കിലും ദോഷമെങ്കിലും മിണ്ടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് യാക്കോബിന് വിരോധമായിട്ട് ഒന്നും ചെയ്യാൻ ലാബാന് പറ്റിയില്ല.
നമുക്കറിയാം യാക്കോബിന്റെ 13 മക്കൾ, 12 ആൺമക്കൾ. അവരിൽ അലുടിയ യോസെഫിനോട് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുണ്ടായി. അവനെ മിസ്രൈമിൽ കൊണ്ടുപോയി അവനെ ആ ദേശത്തിന് അധിപതിയാക്കി മാറ്റി. ഫറവോന്റെ അലുടിയ അടുത്ത സ്ഥാനത്ത് കൊണ്ടുപോയി അവനെ ഇരുത്തി. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവനെ കുറിച്ച് ഫറവോൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവാത്മാവുള്ള നിന്നെ പോലെ ഒരാളെ കണ്ടുകിട്ടു. ആത്മാവിൽ നടത്തപ്പെടുന്ന യോസെഫ്. അതുകൊണ്ട് ആത്മാവിൽ നടത്തപ്പെടുന്ന യോസേഫ് പോത്തിഫറിന്റെ വീട്ടിൽ വിശ്വസ്തനായിരുന്നു, കാരാഗ്രഹത്തിലും വിശ്വസ്തനായിരുന്നു. സാഹചര്യങ്ങളല്ല അവനെ നയിച്ചത്, ആത്മാവിൽ നയിക്കപ്പെട്ട യോസഫ്. ആ യോസഫിനെ പിന്നത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ആ അനുഗ്രഹിക്കപ്പെട്ട യോസഫ് തന്റെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ തങ്ങളുടെ സഹോദരങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു. സഹോദരങ്ങൾ ഭക്ഷണത്തിന് അവിടെ എത്തുകയും യോസഫ് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ യോസഫ് പറഞ്ഞു, എന്റെ അപ്പനെ എനിക്ക് കാണണം, കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ യാക്കോബിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് യോസഫ് രഥങ്ങളൊക്കെ അയച്ചു. അപ്പൊ അവിടുന്ന് യാക്കോബ് ഇറങ്ങി പുറപ്പെടുന്നു. ദൈവശബ്ദം ഇങ്ങനെയാണ് കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 3-ാം വാക്യം: അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവായ ദൈവം തന്നെ, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ദൈവം യാക്കോബിനോട് പറഞ്ഞ കാര്യമാണ്, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. പ്രിയപ്പെട്ടവർ, ഇത് ദൈവം യാക്കോബിനോട് പറഞ്ഞ പ്രോമിസാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ വാക്ക് നിന്നെ വലിയ ജാതിയാക്കും. അതായിരുന്നു കർത്താവിന്റെ വാഗ്ദത്തം. പക്ഷെ നമുക്ക് പുറപ്പാട് പുസ്തകം 1-ാം വാക്യം കാണുന്നത് ഇങ്ങനെയാണ്: അവിടെ അവരുടെ സാഹചര്യങ്ങൾ പിന്നത്തതിൽ അവരുടെ സാഹചര്യങ്ങൾ എതിരായി മാറി. യോസഫിനെ അറിയാത്ത രാജാക്കന്മാർ വന്ന് ജനത്തോട് ക്രൂരമായി, ജനത്തോട് ദേഷ്യത്തോടെ പെരുമാറാൻ തുടങ്ങി. പക്ഷേ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം: ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി, ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. എന്നാൽ അതിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. ദൈവം ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യാക്കോബോട് പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്: ഞാൻ നിന്നെ അവിടെ വർദ്ധിപ്പിച്ചു വലിയ ജാതിയാക്കും. പ്രിയപ്പെട്ടവരെ, അതിഥികളായി ചെന്ന് അടിമകളായി മാറിയ ജനമാണിവർ. അതിഥികളായിട്ടാണ് അങ്ങോട്ട് ചെന്നത്, പക്ഷെ ഇപ്പോൾ അവർ അടിമകളായിട്ട് മാറി. എന്നാൽ ദൈവം യാക്കോബിന് കൊടുത്ത വാഗ്ദത്തമാണ്: നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും. അവിടെ വർദ്ധിക്കരുത് എന്ന നിലയിൽ അവിടുത്തെ ശക്തിവേറിയ നേതൃത്വം അവർക്ക് വിരോധമായി നിന്നപ്പോ 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് എങ്ങനെയാ? അവരെ പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിച്ചു. എന്താണെന്നറിയാമോ? വാഗ്ദത്തം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ അനുസരിക്കുമോ? കർത്താവിന്റെ വചനത്തോടുകൂടെ കർത്താവ് എപ്പോഴൊക്കെ അനുസരിക്കാൻ പറയുന്നോ അതിന്റെ കൂടെ ഒരു പ്രോമിസ് ഉണ്ട്. നീ ഇറങ്ങി വന്നാൽ നിന്നെ വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. നീ അങ്ങോട്ട് പോയാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, കർത്താവിന്റെ വചനത്തെ അനുസരിക്കുമ്പോൾ ആ അനുസരണത്തിന്റെ കൂടെ ഒരു പ്രോമിസ് ഉണ്ട്. ആ വാഗ്ദത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ സാഹചര്യങ്ങൾ എത്ര നിനക്ക് വിരോധമെന്നാലും ആ വാഗ്ദത്തം നീ വീണുപോകുന്ന ചെളിക്കകത്തുനിന്ന്, വീണുപോകുന്ന കുഴിക്കകത്തു നിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് നിന്നെ മാനിച്ചിരിക്കും. നീ ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ? വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക. അനുസരിക്കാൻ പ്രയാസമുള്ള സാഹചര്യമാണോ? പ്രയാസപ്പെടേണ്ട. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. നിന്റെ വാഗ്ദത്തങ്ങളിൽ, തന്റെ വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. സാഹചര്യങ്ങളെ കണ്ട് പതറരുത്, തളരരുത്, കരയരുത്, നിരാശപ്പെടരുത്. വിളിച്ചവനിലേക്ക് നോക്കുക. ആമേൻ. തന്റെ കയ്യിൽ 5 അപ്പം മാത്രമേ ഉള്ളൂ. പുരുഷാരം 5000-ഓളം മുമ്പിൽ ഇരിപ്പുണ്ട്. യേശു അപ്പത്തെ നോക്കി നിലവിളിച്ചില്ല, ജനത്തെ നോക്കി കരഞ്ഞില്ല. അവൻ സ്വർഗത്തിലേക്ക് നോക്കി, പിതാവിനെ നോക്കി സ്തോത്രം ചെയ്തു. ആമേൻ. അപ്പം വർദ്ധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരുടെ, സാഹചര്യങ്ങളെ നോക്കി നിലവിളിക്കരുത്, അവനെ അനുസരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ സീസണായിട്ട് മാറാൻ പോകും. അത്ഭുതങ്ങളുടെ സീസൺ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ സാഹചര്യങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. അവരുടെ പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. കർത്താവ്, പ്രത്യേകിച്ച് കർത്താവിൽ അങ്ങേ അനുസരിക്കുന്ന ചില തീരുമാനങ്ങൾ അവർ എടുക്കേണ്ടി വരുമ്പോ ചിലപ്പോ ഇപ്പോൾ വലിയ കൺഫ്യൂഷനിലായിരിക്കാം കർത്താവേ. എന്നാൽ പരിശുദ്ധാത്മാവേ, അവരെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ വചനം അതുപോലെ അനുസരിക്കാനുള്ള പ്രാപ്തി അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകൾ മാറട്ടെ, അവരെ ജയമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. അവരുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ കുഴപ്പങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ.
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് കർത്താവരുടെ മനസ്സിൽ ധൈര്യമില്ലാതെ, മനസ്സിൽ ഒരു ഉറപ്പില്ലാതെ, തീരുമാനമെടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവരുടെ അകത്ത തീരുമാനത്തിന്റെ ബോധ്യം, ആ ധൈര്യം കൊടുത്താട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് കർത്താവേ ഇപ്പോൾ ഹല്ലേലൂയ ആമേൻ ജീവിതത്തിനകത്തും ഹല്ലേലൂയ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ഒറ്റയ്ക്ക് കൈവിടപ്പെട്ട് അവൻ സഹോദരങ്ങൾ മാറിപ്പോയി, സ്വന്തം മക്കൾ കൈവിട്ടു, മാതാപിതാക്കൾ കൈവിട്ടു, സ്നേഹിച്ചവർ കണ്ടിവരല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദനയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മഹത്വം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ, നിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. അവസ്ഥകളെ മാറ്റിമറിക്കുന്ന പോലെ ഹല്ലേലൂയ നിന്റെ ജീവൻ അവരിൽ വെളിപ്പെടുമാറാകട്ടെ. അവരെ അടയാളമാക്കി നിർത്തുന്നതിനായി സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. നിന്റെ ജീവൻ അവരിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്റെ മഹത്വം അവരിൽ വെളിപ്പെടട്ടപ്പാ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ അകത്തുനിന്ന് ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഹൃദയത്തിൽ വലിയ ഭാരത്തോടിരിക്കുന്നവരുടെ അകത്തുനിന്ന് ഭാരങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്നിലുള്ള സ്വസ്ഥത അവർ വെളിപ്പെടട്ടെ, നിന്റെ മഹത്വം അവർ വെളിപ്പെടട്ടെ. കർത്താവേ, ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്നിടത്തും വാഗ്ദത്തം പ്രവർത്തിക്കുമെന്ന് നിന്റെ വചനത്തിൽ പറയുന്നല്ലോ. അതേ കർത്താവേ, അസാധ്യതകൾ നടുവിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നിന്റെ വചനത്തിന്റെ മഹത്വവും ശക്തിയും ഇറങ്ങി വെളിപ്പെടുമാറാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ചിന്തിച്ചു നോക്കുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇറങ്ങി പുറപ്പെടും. ഇറങ്ങി, ഒന്നും നോക്കിയില്ല, അനുസരിച്ചു. വേലക്കാരൻ പറയുക, അവന് എല്ലാ സമൃദ്ധി ദൈവം അവന് കൊടുത്തു. ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ആ ആണ്ടിൽ 100 മേനി, ഏതാ ക്ഷാമകാലം, അതേ വർഷം, പിറ്റേ വർഷമല്ല, ആ ക്ഷാമം ഉണ്ടായിരുന്ന അതേ വർഷം സമൃദ്ധമായിട്ട് കർത്താവ് അയച്ചു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത്, യാക്കോബിനോട് പറഞ്ഞു, നിന്നെ അവിടെ വർദ്ധിപ്പിക്കും. അവിടുത്തെ നിയമം സാഹചര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നതിന് എല്ലാം എതിരായിട്ട് നിന്നു. ആ കാലത്ത് അവൻ വർദ്ധിച്ചു. പുറപ്പാട് 1:12 അവർ പെരുകി. അത് 7-ാം വാക്യം പറഞ്ഞ അവർ പട്ടണ ദേശത്ത് നിറഞ്ഞു, ബലപ്പെട്ടു. അടിമകളെ പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, കർത്താവിനെ അനുസരിക്കുമ്പോൾ സാഹചര്യങ്ങളെ നോക്കണ്ട. നിങ്ങളെടുത്ത ഡിസിഷൻ ഒരു പക്ഷേ ആളുകൾ ഇപ്പൊ ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഇല്ലില്ല, കർത്താവിനെ അനുസരിച്ചാണ് നിങ്ങളെ മാനിച്ചിരിക്കുന്നത്. ഒരു ഭാരവും വേണ്ട, സംശയം വേണ്ട. കർത്താവ് നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. ആമേൻ. ഒരു അടയാളമായിട്ട് നിങ്ങളെ കർത്താവ് നിർത്തും. ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. എല്ലാ ദിവസവും ഈ പ്രോഗ്രാം കാണുക, മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. ഒപ്പം ഈ ശുശ്രൂഷ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഒരു മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.